രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ കൊച്ചിയിലെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുന്ന ബി.ജെ.പിയുടെ റോഡ് ഷോ ഉൾപ്പെടെ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കും. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. നിതിൻ, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. പിന്നീട് റോഡ് ഷോ ഉണ്ട്, ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തുടക്കമുണ്ട്. കഴിഞ്ഞ തവണത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ വിവാദമായ ഒരു ഘട്ടമുണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിക്കെതിരെ അടക്കമുള്ള വിമർശനം. ഈ ഘട്ടത്തിലും ഗുരുവായൂരിലെ ഭക്തർക്ക്, ഭഗവാനെ തൊഴാനെത്തുന്നവർക്ക് ഉള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും വാർത്തകളുണ്ടായിരുന്നു. ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് അടക്കം സമഗ്രമായ വിവരങ്ങളിലേക്കൊന്ന് പോയാൽ. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി നേതാവും മുൻ രാജ്യസഭാ എം.പിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി എത്തുന്നത്. അതോടൊപ്പം ആ സമയത്ത് തന്നെ കേരളത്തിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കും. ഇത്തവണ കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റ് നേടുക എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് അവർ A+ മണ്ഡലങ്ങളായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് വിജയിപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിട്ട് ഇറക്കിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ബി.ജെ.പി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാം തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നേരിട്ടായിരുന്നു. ഈ പ്രധാനമന്ത്രി നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതാണ് മധ്യപ്രദേശും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിജയിക്കാൻ കാരണമായത് എന്നൊരു വിലയിരുത്തലാണ് ബി.ജെ.പി നേതൃത്വത്തിലുള്ളത്. ആ തന്ത്രം തന്നെയാണ് അവർ ഇവിടെയും പയറ്റുന്നത്. പരമാവധി സീറ്റുകൾ കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി കൂടിയാണ് ബി.ജെ.പി ഇവിടെ നരേന്ദ്രമോദിയെ എത്തിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെ അന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ചില വിവാഹങ്ങളുടെ സമയം മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി എത്തുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയത്തിലായിരിക്കും ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ ഉണ്ടാവുക. തൊഴാനെത്തുന്ന ഭക്തർക്ക് ഉൾപ്പെടെ അത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും എന്നതിലും തർക്കമില്ല. എന്തായാലും അത്തരത്തിൽ വിവാഹം മാറ്റിവെക്കേണ്ട സാഹചര്യമില്ലെന്നും വിവാഹത്തിന്റെ സമയക്രമത്തിൽ മാത്രമാണ് ചെറിയ മാറ്റം എന്നാണ് ദേവസ്വം അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത വിവാഹങ്ങളാണ്, അല്ലെങ്കിൽ നേരത്തെ ദേവസ്വം ബോർഡ് നേരിട്ട് സമയം നൽകിയ വിവാഹങ്ങളാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സമയം മാറ്റിവെക്കുന്നത്. ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് വീണ്ടും എത്തുന്നുണ്ട്. കൊച്ചി ഷിപ്പ്യാർഡിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി ബി.ജെ.പിയുടെ തന്നെയാണ്. മറൈൻ ഡ്രൈവിൽ 7000-ഓളം ബി.ജെ.പിയുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രഭാരിമാർ പങ്കെടുക്കുന്ന പരിപാടികളും നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. നാളെ വൈകിട്ടാണ് പ്രധാനമന്ത്രി റോഡ് ഷോ കൊച്ചിയിൽ നടക്കുക. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്താണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അരങ്ങേറുക. തീർച്ചയായും, അതായത് നിതിൻ പ്രഭാകർ, അതിൽ നിരവധി ബുദ്ധിമുട്ടുകൾ, ഭഗവാനെ തൊഴാനെത്തുന്നവർക്കുള്ള ബുദ്ധിമുട്ട് സംബന്ധിച്ചൊക്കെ ഇതിന് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ മറ്റൊരു മാനം രാഷ്ട്രീയമാണ്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. തൃശ്ശൂരിൽ ഒരുപക്ഷെ ഔദ്യോഗികമായി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളോ ചർച്ചകളോ സംബന്ധിച്ച സ്ഥിരീകരണം ഔദ്യോഗികമായി ഇവരുടെ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും തൃശ്ശൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്നതിൻ്റെ സൂചന കൂടി ഇതുവഴി വ്യക്തമാവുകയാണ്. അത് ഉയർത്തുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പിക്കുള്ളിലെ ആഭ്യന്തരപരമായ സംഘർഷങ്ങളുടെ ഭാഗം ഇതൊക്കെ നിരീക്ഷിക്കപ്പെടേണ്ടതാണ് ഈ ഘട്ടത്തിൽ, അല്ലേ? തീർച്ചയായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാര്യമായി, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരള, തെലങ്കാന, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് കാര്യമായ വേരുകളില്ല. അവിടെ നിന്നും നിയമസഭാ സീറ്റുകൾ നേടുക, അത് പ്രധാനമന്ത്രിയെ ഇറക്കി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ആ മുഖച്ഛായ കൊണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ താരത്തിളക്കം കൊണ്ട് സീറ്റുകൾ നേടാം എന്നാണ് ബി.ജെ.പി കരുതുന്നത്. പക്ഷേ തൃശ്ശൂരിൽ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന രൂപത്തിലേക്ക് ബി.ജെ.പി അവരുടെ പാർട്ടി ഉൾഘടകത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും പുറത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഒന്നും വന്നിട്ടില്ല. പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ തൃശ്ശൂരിൽ എതിർപ്പുണ്ട് എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. മാധ്യമപ്രവർത്തകരെ അപമാനിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ ചില ബി.ജെ.പി നേതാക്കൾ തന്നെ നടത്തിയ പരാമർശങ്ങൾ, ബി.ജെ.പിക്കാർ തന്നെ പറഞ്ഞത് അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനല്ല, അദ്ദേഹം ഒരു സിനിമാ നടൻ കൂടിയാണ് എന്നാണ് ബി.ജെ.പിയുടെ പല പ്രമുഖ നേതാക്കന്മാരും പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ബി.ജെ.പി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അടക്കം സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന ഘടകത്തിന് അപ്പുറം, ബി.ജെ.പിയുടെ
സംസ്ഥാന ഘടകത്തിന് അപ്പുറം ദേശീയ നേതൃത്വവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJPയുടെ ദേശീയ നേതാക്കളുമായും സുരേഷ് ഗോപിക്ക് അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി നേരിട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എത്തുന്നത് എന്നൊരു രാഷ്ട്രീയ മാനം കൂടി ഇവിടെയുണ്ട്. BJPയുടെ ദേശീയ നേതൃത്വം നേരിട്ടാണ് സുരേഷ് ഗോപിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക, അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതാക്കന്മാർ നേരിട്ട് ഈ പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തും എന്നതിന്റെ ഒരു സൂചന സംസ്ഥാന നേതാക്കൾക്ക് നൽകാൻ കൂടിയാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അവർക്ക് സുരേഷ് ഗോപിയെ എന്ത് വില കൊടുത്തും തൃശൂരിൽ നിന്ന് ജയിപ്പിക്കണം, അതിന് സംസ്ഥാന ഘടകം പൂർണ്ണമായും സഹകരിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ നരേന്ദ്രമോദി വരവിനുണ്ട്. കാരണം 2 ആഴ്ച മുമ്പ് തൃശൂരിൽ മഹിളാ മോർച്ച പ്രവർത്തകരെ ഉൾപ്പെടുത്തി വലിയൊരു പരിപാടി തൃശൂരിൽ സംഘടിപ്പിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 2 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ വീണ്ടും പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്നു. അതോടൊപ്പം തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് BJP ഏതാണ്ട് ഉറപ്പിച്ച സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനും പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു. ഇത് തന്നെയാണ് അതിന്റെ രാഷ്ട്രീയ മാനം. അജിംഷാദ്, തീർച്ചയായും നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം.